അനധികൃത കണ്ടെയ്നർ യാർഡിന്റെ പ്രവർത്തനം കാരണം ദുരിതത്തിലായിരിക്കുകയാണ് എറണാകുളം എളങ്കുന്നപ്പുഴ നിവാസികൾ. കണ്ടെയ്നർ ലോറികളുടെ മരണപ്പാച്ചിൽ ജീവന് ഭീഷണിയാകുമോ എന്ന ആശങ്കയിലാണ് കുട്ടികളും പ്രായമായവരും. പൊതുവഴിയിലൂടെയുള്ള യാത്ര തടസ്സപ്പെടുത്തുന്ന തരത്തിലാണ് ലോറികൾ പാർക്ക് ചെയ്യുന്നതെന്നും ആരോപണമുണ്ട്. ഉടൻ പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. എളങ്കുന്നപ്പുഴ പഞ്ചായത്തിലാണ് അനധികൃതമായി കണ്ടെയ്നർ യാർഡ് പ്രവർത്തിക്കുന്നത്. പ്രദേശവാസികൾ ഉപയോഗിക്കുന്ന വീതി കുറഞ്ഞ റോഡിലൂടെ യാതൊരു സമയക്രമവും പാലിക്കാതെയാണ് അമിത ഭാരവുമായി കണ്ടെയ്നറുകൾ യാർഡിലേക്ക് എത്തുന്നത്. ലോറികളുടെ അമിത വേഗവും അശ്രദ്ധമായ ഡ്രൈവിംഗും കൂടിയാകുമ്പോൾ ബുദ്ധിമുട്ടിലാണ് പ്രദേശവാസികൾ. കണ്ടെയ്നർ അതുപോലെ തന്നെ ഹെവി വാഹനങ്ങൾ ഇതിലൂടെ സഞ്ചരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ റോഡും മറ്റുള്ള സംവിധാനങ്ങളും അതിനനുസരിച്ച് മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യം. അല്ലെങ്കിൽ അതിനുള്ള പരിഹാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ്. കണ്ടെയ്നർ ലോറികളുടെ മരണപ്പാച്ചിൽ കാരണം സ്കൂൾ കുട്ടികൾക്കും മുതിർന്നവർക്കും പൊതുവഴിയിലൂടെ യാത്ര ചെയ്യാനാകാത്ത അവസ്ഥയാണുള്ളത്. കഴിഞ്ഞ മാസം 8 വയസ്സുകാരിയെ ഇടിച്ചു വീഴ്ത്തി നിർത്താതെ പോയ ലോറി കണ്ടെത്താൻ ഇതുവരെയും പോലീസിനായിട്ടില്ല. ഇതിനു പുറമെയാണ് പ്രദേശത്തെ വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും ഉണ്ടാകുന്ന കേടുപാടുകൾ. പൊടിശല്യം കാരണം ശ്വാസമുട്ടടക്കമുള്ള രോഗങ്ങളുമായി ബുദ്ധിമുട്ടുകയാണ് നാട്ടുകാർ. മേഖലയിൽ വെള്ളക്കെട്ട് തടയുന്ന കാനയും ലോറികൾ തട്ടി തകർത്തു. കണ്ടെയ്നർ യാർഡിൽ നിന്നൊക്കെ ആൾക്കാർ സംസാരിച്ചെങ്കിലും ഇതുവരെ അവരുടെ ഭാഗത്തുനിന്ന് ചികിത്സക്കായിട്ടുള്ള ഒന്നും തയ്യാറാക്കാനൊന്നും സാധിച്ചിട്ടില്ല. എടുക്കൊണ്ട് പോലീസുകാരുടെ ഭാഗത്തുനിന്നാണെങ്കിലും ആ വണ്ടി നമ്പർ കണ്ടുപിടിക്കാനുള്ള ഒരു സന്മനസ് പോലും ഇത്രയും ദിവസമായിട്ട് കാണിച്ചിട്ടില്ല. വഴി തടയുന്ന രീതിയിൽ റോഡിന്റെ ഇരുവശത്തും കണ്ടെയ്നർ ലോറികൾ പാർക്ക് ചെയ്യുന്നതും പതിവാണ്. രാത്രി സമയങ്ങളിൽ യാർഡ് സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമായി മാറുന്നുവെന്നും പ്രദേശവാസികൾ പറയുന്നു. പലതവണ പരാതി നൽകിയിട്ടും നാളിതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതോടെ ജനകീയ സമിതി രൂപീകരിച്ച പ്രശ്നപരിഹാരത്തിനായി സമരത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. ന്യൂസ് മലയാളം, കൊച്ചി.